ലൂസണിങ് എക്സസൈസ് ഇതൊന്നും ആ പ്രായം എൻ്റെ ജോയിൻ്റ് എല്ലാം എല്ലും മുള്ളും തിരിഞ്ഞ് ഒടുങ്ങി അങ്ങോട്ട് വേണേലും തിരികെ കളയുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ ചെയ്ത ഈ ലൂസണിങ് എക്സസൈസ് ഒന്നും ഞാൻ ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ ജോയിൻ്റ് എല്ലാം എങ്ങനെ വേണേലും യോഗ ചെയ്യാൻ പരുവത്തിന് ഏകദേശമായി എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് റെഗുലറായിട്ട് യോഗ ചെയ്യുന്ന ആരോഗ്യമോ സ്ഥിരമായിരിക്കും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം, ഡോക്ടറെ എന്നെ തല്ലരുത്, ഈ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ മാത്രം നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ അത്യാവശ്യം ചെയ്തതിൽ ഒരു പ്രയോജനമില്ല. യോഗ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റിയാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുള്ളൂ. റെഗുലറായിട്ട് നമ്മൾ ചെയ്യണം. ഏതെങ്കിലും കുറച്ച് നമ്മൾ തിരഞ്ഞെടുക്കണം. യോഗയ്ക്ക് അനവധി പോസുകളുണ്ട്. ഇപ്പോൾ വന്ന് കൈ എങ്ങനെ തിരിച്ചാലും കാല് തിരിച്ചാലും അത് യോഗയാണ് എന്നുള്ള ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച്, നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമ്മൾ ഏതെല്ലാം യോഗ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അത് പ്രാക്ടീസ് ചെയ്ത് റെഗുലറായിട്ട് നമ്മൾ ചെയ്താൽ അതുകൊണ്ട് നല്ല പ്രയോജനം ഉണ്ടാകും. ഞാൻ ചെയ്യുന്ന രാവിലെ കൃത്യമായിട്ട് 5:15 സൂര്യ നമസ്കാരം ചെയ്യാൻ തുടങ്ങിയാൽ ആദ്യം സൂര്യ നമസ്കാരം ഞാൻ ചെയ്യും. വൈകിട്ട് വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായ ഒരു ശ്രേണിയുണ്ട്. എൻ്റേതായ യോഗയല്ല, യോഗ പ്രോസസ്സിൻ്റെ ഒരു ശ്രേണി ഞാൻ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ആ ചിട്ട അനുസരിച്ച് ഞാൻ വൈകിട്ട് അത് ചെയ്യും. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ സൂര്യ നമസ്കാരം മാത്രമേ ചെയ്യാറുള്ളൂ. സാറ് ചെയ്യുമെന്ന് പറഞ്ഞു. സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ സൂര്യനെ നമസ്കരിക്കുന്ന ഒരു പരിപാടിയല്ല, അതൊരു സീരീസ് ഓഫ് യോഗ പ്രോസസ്. പിന്നെ അത് നമസ്കാരമുണ്ട്. നമസ്കാരം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൂര്യനെ ധ്യാനിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ ധ്യാനിക്കാൻ പ്രശ്നത്തിൽ ഇപ്പോൾ സൂര്യ നമസ്കാരം ഹൈന്ദവ ആചാരമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ 17-ാം തീയതി ഇവിടുത്തെ ലേഡീസ് ഒരു യോഗ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അതിന് ഒരു കൊച്ചച്ഛനാണ് വന്നത്. അപ്പോൾ ആ ഒരു കൊച്ചച്ഛൻ വന്നപ്പോൾ കൊച്ചച്ഛൻ പറഞ്ഞു, ഈ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻസിൻ്റെ ആചാരങ്ങളുമായിട്ട് കോൺട്രവേഴ്സിയിലാണ്, അപ്പോൾ ചില തർക്കങ്ങളൊക്കെ എൻ്റെ അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സ്ഥലം വിട്ടു. ആ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അപ്പം ഞാൻ രാവിലെ ചെയ്യുന്ന എൻ്റേതായ, നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയയിലോ നിങ്ങൾ യോഗ ഈ സൂര്യ നമസ്കാരമോ അങ്ങനെയുള്ള ഇത് കണ്ടിട്ടല്ല ഞാൻ സൂര്യ നമസ്കാരം ചെയ്യുന്നത്. സൂര്യ നമസ്കാരത്തിൽ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ സൂര്യ നമസ്കാരത്തിൻ്റെ കൂടെ മറ്റ് ചില പ്രോസസ്സും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സൂര്യ നമസ്കാരം ചെയ്യുന്നത്. അത് ഞാനത് കാണിച്ചു തരാൻ ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴല്ല, രാവിലെ ചെയ്താലേ അത് പെർഫെക്റ്റ് ആകുകയുള്ളൂ. ഇപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ച് നല്ല വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ബോഡി വഴങ്ങാനൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ കസേര എടുത്ത് കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കും, നിങ്ങൾ ചെയ്യണ്ട. ഞാൻ ചെയ്യുന്ന ഞാൻ എനിക്ക് റൂട്ടീനായിട്ട് ചെയ്യുന്ന രാവിലെ ചെയ്യുന്ന സൂര്യ നമസ്കാര പ്രക്രിയ ഞാൻ കാണിച്ചു തരാം. അതിൽ ഒരു കാരണവശാലും നിങ്ങൾക്കിത് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ആദ്യം ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഏത് യോഗ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ പോസ് ആവശ്യമായിട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്ത് കഴിക്കണം. റിലാക്സേഷൻ പോസ് ചെയ്യണം. അതിന് നിന്നോട്ട് ചെയ്യുന്ന യോഗയ്ക്ക് ഇപ്പോൾ ഡോക്ടർ ഇവിടെ പറഞ്ഞ താടാസനം എന്ന് പറഞ്ഞ്, താടാസനത്തിന് പല വേരിയൻറ്റുകളുണ്ട്. ഒത്തിരി വേരിയൻറ്റുകളുണ്ട് താടാസനം. അതിൽ ഒരു സിമ്പിൾ താടാസനം എന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ടുള്ള റിലാക്സേഷൻ പോസാണ്. കിടന്നുകൊണ്ടുള്ള ഏറ്റവും നല്ല റിലാക്സേഷൻ പോസ് എന്ന് പറഞ്ഞാൽ ശവാസനമാണ്. നിങ്ങൾക്കറിയാം, രസകരമായ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നന്നായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇപ്പം എനിക്ക് തിയറിയോ അല്ലെങ്കിൽ എൻ്റെ അടിസ്ഥാനം പറയാൻ ഒരു സംഭവം കേരളത്തിലെ ഒരു 12-13 വർഷങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിൽ അടിച്ചു വന്നൊരു സംഭവം. ഗോപൻ എന്ന് പറയുന്ന സ്വാമി റാന്നിയിലുള്ള ഗോപൻ, അദ്ദേഹം നന്നായിട്ട് ശവാസനം ചെയ്യും. ശവാസനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വെയിറ്റ് അനുഭവപ്പെടില്ല. ഇതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് നോ വെയിറ്റ് ഫീൽ ചെയ്യില്ല. ദാറ്റ് മീൻസ് ശവാസനത്തിൽ കിടന്ന് അതിൻ്റെ ശരിയായി പ്രാക്ടീസ് ചെയ്ത് കിടന്നാൽ, അതിൻ്റെ എയർ കൺട്രോൾ ചെയ്ത് കിടന്നാൽ നമ്മൾ പൊങ്ങി കിടക്കുകയേ ഉള്ളൂ. അങ്ങനെ മീനച്ചിലാറ്റിൽ അദ്ദേഹം ശവാസനം ചെയ്യുകയാണ്. ശവാസനത്തിൽ ഒരു കരിയില പോലെ ഒഴുകിപ്പോവുകയാണ്.
ഈ സ്വാമിയുടെ ഗോപൻ സ്വാമിയുടെ പരിപാടിയെല്ലാം ഈ ക്രാന്തിക്കാർക്കും കാഞ്ഞിരപ്പള്ളിക്കാർക്കും ഒക്കെ അറിയാം. സ്വാമി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഒഴുകുന്നതിനിടയിൽ അറിയാൻ പാടില്ലാത്ത ആരോ കണ്ടു. പോലീസിലേക്ക് അപ്പോൾ ഫോൺ ചെയ്ത് ശവം ഒഴുകി വരുന്നുണ്ട് എന്ന് പോലീസിലേക്ക് ഫോൺ ചെയ്തു. പത്രത്തിൽ വന്നതാണ് വേണ്ടത്. പത്രത്തിൽ വന്ന ഞാനുണ്ടാക്കി പറയുന്നത് ഗോപൻ സ്വാമിയെ ഞാൻ അറിയുകയില്ല. പോലീസ് അലർട്ടായി. സമീപത്തുള്ള സകല പോലീസ് സ്റ്റേഷനിലേക്ക് അലർട്ട് കൊടുത്തു. സകല കടവിലും അവർ തോട്ടികളൊക്കെ ആയിട്ട് വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 2-3 കിലോമീറ്റർ താഴെ ഒരു പോലീസുകാരൻ വരികയാണ്. തോട്ടിയിട്ട് പിടിച്ചു. സ്വാമി ഒരു വടിയായിട്ട് തന്നെ അടിച്ചു വന്നു വെള്ളത്തിൽ നിന്ന്. മര്യാദയ്ക്ക് എന്നെ ജീവിക്കാൻ സമ്മതിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. പോലീസുകാരൻ ക്ഷമ പറഞ്ഞ് തലപ്പെട്ടതായിട്ടാണ് പത്രത്തിൽ വന്ന വാർത്ത. ഞാൻ അത് പറയാൻ വന്നത്, ആ യോഗാസനത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അതൊരു വലിയൊരു അവസ്ഥയാണ്. ഇതിനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വെയ്റ്റ്ലെസ്നെസ്, നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്താൽ, നമുക്ക് സ്ട്രെയിൻ ഫീൽ ചെയ്താൽ, വെയിറ്റ് ഫീൽ ചെയ്താൽ യോഗാസനം പൂർണ്ണതയിൽ എത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. മാഡം ഇവിടെ പറഞ്ഞു എയറിൻ്റെ കൺട്രോളാണ്. ഒരു ബലൂൺ വീർപ്പിക്കാത്ത നിങ്ങളുടെ കയ്യിൽ തരുന്നു, താഴെ ഇട്ടാൽ അത് ഇങ്ങനെ ഇട്ടാൽ അത് താന്നു പോകും അല്ലേ? അതിൽ കാറ്റ് നിറച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി ബോയൻസി, പ്ലവത്വം കൈവരും. അതിങ്ങനെ കുറച്ച് സമയത്തേക്കായാലും ഇങ്ങനെ പറന്ന് നടക്കാൻ ഇല്ല സാറേ. അത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. വേറെ ഒരു തിയറി. എയർ നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, വേണ്ട രീതിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ഒരു പരിധി വരെ ഭാരമില്ലാത്ത അവസ്ഥ ഫീൽ ചെയ്യും. ഭാരമില്ലാതാകുന്നില്ല. ഓക്കെ, അവിടെ കിടന്നോട്ടെ. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ ആദ്യം താടാസനത്തിൻ്റെ സിമ്പിൾ പോസ്, റിലാക്സേഷൻ. കാലുകൾ അടുപ്പിച്ച് വയ്ക്കും, കൈകൾ സ്ട്രൈറ്റ്, കൈകൾ ഇങ്ങനെ തൂങ്ങിക്കണം. പട്ടാളക്കാർ ഇങ്ങനെ വെച്ചുകൊണ്ട്, പട്ടാളക്കാർ ഇങ്ങനെ ചില എനർജിയാണ് അവിടെ ചിലവഴിക്കുന്നത്. ലോ എനർജി, സിമ്പിളായിട്ട്. ഇതിൽ ഞാനൊരു എൻ്റെ ടൈമിൻ്റെ ലിമിറ്റ് അനുസരിച്ച് ഒരു 5 മിനിറ്റോളം വരെ ഞാൻ നിൽക്കാറുണ്ട്. സമയത്ത് വേറെ വിചാരങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനകത്ത് എന്താ കറി കഴിക്കുന്നതെന്നൊക്കെ ആലോചിച്ചപ്പോൾ യോഗയല്ല തോന്നുന്നു. നമ്മൾ വിചാരങ്ങളില്ലാതെ വയ്ക്കുക. അതിനുശേഷം താടാസനത്തിൻ്റെ വരുന്ന പോസുകൾ, അത് കോൺസെൻട്രേഷന് വേണ്ടിയിട്ടാണ്. വിരലുകളിൽ ഉയർന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ബാലൻസ് തെറ്റും കേട്ടോ. വിരലുകളിൽ ഉയർന്ന് കൈ ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒരു 5 മിനിറ്റ് ഞാൻ നിൽക്കുകയാണ് പതിവ്. അത് ഒരു പോസിൽ നിൽക്കും. ഒരു കോൺസെൻട്രേഷൻ വേണ്ടിയിട്ടാണ്. താടാസനത്തിൻ്റെ അടുത്ത മുറ, അതേ പോസിൽ നിന്ന് ഒരു കാലം ഈ ജംഗ്ഷനിലെടുത്ത് നമ്മൾ നിൽക്കുന്നു. നിങ്ങൾ വൈശാലി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ വിശ്വസ് ലിംഗൻ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് തിരിച്ചും ചെയ്യുക. ഡോക്ടറോടെ പറഞ്ഞു എന്ത് ചെയ്താലും തിരിച്ചും മറിച്ചും ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. തിരിച്ചും ചെയ്യുക. മണിക്കൂറുകളോളം നിൽക്കാൻ സാധിക്കും. ഞാനങ്ങനെ മണിക്കൂറുകൾ നിൽക്കാറുണ്ട്. അതാണ് റിലാക്സേഷൻ. ഞാൻ കോൺസെൻട്രേഷന് വേണ്ടി ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സൂര്യ നമസ്കാരം ആരംഭിക്കുകയാണ്. സൂര്യ നമസ്കാരത്തിൻ്റെ ആദ്യം പ്രണമാസനമായല്ലേ? പ്രണമാസനം ചെയ്യുമ്പോൾ നിങ്ങൾ ചുമ്മാ ഇങ്ങനെയൊന്നും നിൽക്കരുത്. നിങ്ങൾ യഥാർത്ഥത്തിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രണമാസനത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ക്രിസ്ത്യൻസൊക്കെ ഞാൻ കാണാറുണ്ട് പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അങ്ങനെയല്ല നിൽക്കേണ്ടത്. അതുമല്ല ഹിന്ദു ആചാരപ്രകാരം, എനിക്കൊന്ന് ഇസ്ലാമിക ആചാരപ്രകാരം ഇങ്ങനെ കൈകൂപ്പിയുള്ള പ്രാർത്ഥന ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇല്ല. അപ്പോൾ നല്ല കോപിക്കൊന്നും വേണ്ട. അതെ, പ്രണാമാസനം ചെയ്യാൻ നേരത്ത് ചുമ്മാ ഇങ്ങനെയല്ല, കൈകൾ ഉയർത്തുക, കൈകൾ കൂപ്പുക, കൈ താഴേക്ക് കൊണ്ടുവരിക, ഇടനെഞ്ചിൽ ഭാഗത്ത് കൈകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ നോക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് മാതാപിതാക്കളെ ഓർമ്മിക്കാം. നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ടവരെയൊക്കെ ഓർമ്മിക്കാം, പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രണമാസനത്തിൽ നിന്ന് നിങ്ങൾക്ക് ധ്യാനിക്കാം. എന്ത് വേണേലും ചെയ്യാം. നോർമൽ ശ്വാസോച്ഛ്വാസം, ഞാനിതിൻ്റെ ശ്വാസഗതികളെക്കുറിച്ച് പറയുന്നില്ല. ശ്വാസം എടുക്കുക, ശ്വാസം റിലീസ് ചെയ്യുക. ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾ നോർമൽ ബ്രെത്തിങ്ങിൽ നിന്നുകൊണ്ട്, ശ്വാസോച്ഛ്വാസത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രണമാസനം ചെയ്യാം കേട്ടോ. പ്രണമാസനം ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നോ സ്ട്രെയിൻ, ഒരു എഫേർട്ടിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് നോർമൽ ബ്രെത്തിൽ നിൽക്കാം.
അതിനുശേഷം ഇത് റിലീസാകുക. അത് തിരിച്ച് പോരുക, തിരിച്ച്. അതിനുശേഷം ഞാൻ തിരിഞ്ഞു നിൽക്കാം, തിരിഞ്ഞ് നിന്നാലേ ശരിയാവുള്ളൂ. അതിനുശേഷം ഹസ്ത ഉത്തരാസനം അല്ലേ? ഡോക്ടറെ ഇപ്പോൾ പറഞ്ഞു കിട്ടിക്കോളും. ആ ഹസ്ത ഉത്ഥാനാസനം. ശ്വാസം എടുത്തുകൊണ്ട് പാദഹസ്താസനം. കാല് വളയാൻ പാടില്ല. കാല് വളഞ്ഞാലും ഇങ്ങനെ കൈ കുത്തിയിട്ട് കാല് നോക്കി ലെഫ്റ്റ് അശ്വസഞ്ചലാസനം ലെഫ്റ്റാണ്. അതിന് മുൻപൊരാസനം ഞാൻ ചെയ്യും. ബാലൻസിങ് യോഗയാണ് സന്തുലനാസനം. ചതുരംഗദണ്ഡാസനം. അഷ്ടാംഗ നമസ്കാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, താടിയല്ല ചിന്നെല്ലാം മുട്ടിക്കേണ്ടത് നെറ്റിത്തടവാണ്. ഇതിനുശേഷം ശശാസനം ചെയ്യുക. ഭുജംഗാസനം ചെയ്യും. ഭുജംഗാസനം ചെയ്യും. ശലഭാസനത്തിന്റെ ഫ്രണ്ടൽ പോസിഷൻ. പർവ്വതാസനം. തിരിച്ചു പോരും. അതിനിടയ്ക്ക് ഒരു പോസ്റ്റർ ചെയ്യാറുണ്ട്, പലരും ചെയ്ത് കാണുന്നില്ല. ഇതിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ എൻ്റെ അഡീഷൻസ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ അഡീഷൻസ് ഉണ്ട്. എൻ്റെ അഡീഷനിലുണ്ട് ഞാൻ അർദ്ധചന്ദ്രൻ നിൽക്കും പോലെ ഒരു നിൽക്കുന്നുണ്ട്. അത് ചന്ദ്രാസനത്തിലെ ഒരു പോസാണ്. ചന്ദ്രാസനത്തിലെ ഒരു പോസാണ്. ഉസ്ഥിത ഭുജംഗാസനമുണ്ട്. സന്തുലനാസനം കഴിഞ്ഞിട്ട് ചതുരംഗ ദണ്ഡാസനത്തിൽ എനിക്ക് അഭിപ്രായവ്യത്യാസമുണ്ട്. എന്നോട് പല ടീച്ചേഴ്സും പറഞ്ഞു തന്നത് ഇത് സന്തുലനാസനം ബാലൻസിങ് യോഗയാണ്. ഇതാണ് ചതുരംഗ ദണ്ഡാസനം. നമ്മൾ പുഷപ്പ് ഇതാണ്. ഇങ്ങനെ അതിന് പ്രയോജനമുള്ളതാണ്. ഇങ്ങനെ നിൽക്കുന്നതിൽ പ്രയോജനമില്ലെന്നല്ല. ഇതാണ് നമ്മുടെ ഈ ഷോൾഡറുകളും കയ്യുടെ ജോയിൻറ്റും എല്ലാ ജോയിൻറ്റുകൾക്കും കൈക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ ഇന്നത്തെ കാര്യം. പിന്നെ എൻ്റെ ഒരു അഡീഷൻ എന്ന് പറയുന്നത് ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നമ്മുടെ ശശാസനം. അതിലെന്തുകൊണ്ടാണ് ഈ ശശാസനം ഞാൻ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് റിലാക്സേഷന് വേണ്ടിയിട്ട് ശശാസനം ആക്ച്വലി റിലാക്സേഷൻ ഒരു മധ്യമാണ്. നമുക്ക് ഈ ശശാസനത്തിൽ റിലാക്സ് ചെയ്യാം. നമ്മൾ യൂട്യൂബൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ പക്ഷെ നിങ്ങൾ കാണുന്നത് അഷ്ടാംഗ നമസ്കാരം, കാൽവിരലുകൾ, കാലിൻ്റെ മുട്ടുകൾ, രണ്ട് കയ്യ്, നെഞ്ച്, നെറ്റാണ്. ഇതിൽ അഷ്ടാംഗ നമസ്കാരം ചെയ്തു വരുമ്പോഴാണ് മോശം. ഇതാണ് കാല്, മുട്ട്, നെഞ്ച്, രണ്ട് കൈകൾ. കൈയുടെ പൊസിഷൻ നോക്കാൻ നെഞ്ചിന് പാടിലായിട്ട് ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് പലരും ചെയ്ത് കാണിക്കുന്നത്. വ്യക്തിയാണ് കേട്ടോ. അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യുന്നവർക്ക് പറഞ്ഞു തരാൻ എനിക്ക് നല്ലൊരു ഇഫക്റ്റീവായിട്ടൊരു അതിൻ്റെ അകത്തൊരു യോഗ എനിക്ക് ഞാനത് ഇൻക്ലൂഡ് ചെയ്യില്ല. അത് ഞാൻ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. യോഗാചാര്യന്മാരുടെ അടുത്ത് ഞാൻ പോയി കറക്റ്റ്നസിന് പോകാൻ ഞാൻ കറക്റ്റ് ചെയ്യുകയും ചെയ്തു. അത് ഏതാണെന്ന് വെച്ചാൽ അശ്വസഞ്ചലാനാസനം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് വേണം.
ഇതാണല്ലോ അഷ്ടസഞ്ചരനാസനം. ഇതിന് ശേഷം നമ്മൾ പരമാവധി കൈ സ്ട്രൈറ്റ് ആയിരിക്കണം. പരമാവധി ദൃഷ്ടിയും കൈയും പുറകോട്ട് പോകണം. അതിനുശേഷം ചന്ദ്രകല വരാൻ പോലെ. ഓക്കെ, ഇതാണ് ബേസ്. അതിനുശേഷം മെല്ലെ ഇതാണ് നല്ല ഒരു യോഗ പോസ്റ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നടുവ് അത്ര ക്ലിയറാണ്. നടുവ് ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഭുജംഗാസനം ചെയ്തിട്ട് ഇത് സിമ്പിൾ ഭുജംഗാസനം പൊട്ടൽ മുതൽ ഉയർത്തുക. അതിനുശേഷം കാൽ മുട്ടിന് മുകളിലേക്ക് ഉയർത്തുക. കഴുത്ത് കംപ്ലീറ്റ് പുറത്ത് സെറ്റ് ചെയ്യുക. ഉചിത ഭുജംഗാസനം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നടുവ് ക്ലിയർ ആണെന്ന് അറിയില്ലേ, അതിനാണ് ഈ പുസ്തകം എളുപ്പമാണ്. അതിലെന്തൊക്കെ ഇത് ഞാനത് പറഞ്ഞു തന്നേക്കാം. നിങ്ങൾ ഗൗരവമായിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ ചെയ്താൽ നിങ്ങൾ കൂടുതൽ ഗുണം കിട്ടുമെന്ന് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ വർഷത്തിലൊരിക്കൽ ഇങ്ങനെയുള്ള പബ്ലിസിറ്റി പ്രോഗ്രാംസിന് വന്ന് നമ്മൾ പോകുക, അതിനുശേഷം അടുത്ത വർഷം വരിക. അല്ലാത്ത പക്ഷം റെഗുലറായിട്ട് നമ്മൾ ചെയ്യണം. ഡിസ്കണ്ടിന്യൂറ്റി വന്നാൽ നമുക്ക് പ്രശ്നമുണ്ട്. ഡിസ്കണ്ടിന്യൂറ്റി വന്നാൽ നമ്മുടെ ബോഡി ഓക്കെയാണെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം. അതായത് നമുക്കൊരു അസുഖമൊക്കെ ആണെങ്കിൽ ഒരു അസുഖാവസ്ഥയിൽ ഒരിക്കലും യോഗായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യും. പിന്നെ വൈകിട്ട് ഞാൻ വീട്ടിലുണ്ടെങ്കിൽ വൈകിട്ട് ചെയ്യുന്നത് മാഡം കിടന്നുകൊണ്ടുള്ള യോഗയാണ്. സൂര്യനമസ്കാരം ചെയ്യുന്നതുകൊണ്ടാണ് നേരെ ഓപ്പോസിറ്റ് ഞാൻ വൈകിട്ട് ചെയ്യുന്നത്. ഞാൻ വൈകിട്ട് എന്നത് ഒരു സീരീസ് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. ശവാസനത്തിൽ തുടങ്ങും. ഞാൻ ശവാസനത്തിൽ തുടങ്ങും. ഭവനമുക്താസനം, നൗകാസനം, ബോട്ട് പോസ്, നൗകാസനം, ഹലാസനം, കലപ്പ പോലെ, സർവാംഗാസനം കിടന്നുകൊണ്ടുള്ള കേട്ടോ. അതിനുശേഷം ഭുജംഗാസനം ചെയ്യും. സിമ്പിൾ ഭുജംഗാസനം. അതിനുശേഷം ശലഭാസനം. ശലഭാസനം ചെയ്യും. അതിനുശേഷം പദ്മാസനം. ഞാൻ വൈകിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഞാൻ ഡെമോ കാണിച്ചു തന്നേ ഉള്ളൂ. പദ്മാസനം, വജ്രാസനം. സാറ് നല്ല ഭംഗിയായിട്ട് ചെയ്യും. നടുവ് നിന്നോന്ന് അറിയാൻ കൈ നിന്നോന്ന് നോക്കിയാൽ മതി. അതിൽ ഡോക്ടർ ചില പ്രോസസ്സ് കാണിക്കും. അതിൽ ഞാൻ ചെയ്യുന്നത് ഇതാണ്. നെറ്റി മുട്ടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ശവാസനത്തിൽ റിലാക്സ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. 45 മിനിറ്റ്, 45 മിനിറ്റ് രാവിലെ 45 മിനിറ്റ്, അങ്ങനെ 1.5 മണിക്കൂറാണ്. ഞാൻ നടുവേദന എന്ന് പറയുന്ന സംഭവമില്ല. പിന്നെ സൈനസൈറ്റിസ്, ശ്വാസ സംബന്ധമായ ഒരു പ്രശ്നമില്ല. പാരസെറ്റമോൾ ഇതുവരെ കഴിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. പാരസെറ്റമോൾ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അഥവാ ചെറിയ നീർക്കോളൊക്കെ ഉണ്ടായാലും അത് കഴിക്കാറില്ല. അതിന് പൊക്കോളൂ. നന്നായിട്ട് ഗുളിയൊക്കെ കഴിയുമ്പോൾ അതിന് പൊക്കോളൂ. ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. മാംസം ജീവിതത്തിൽ കഴിച്ചിട്ടില്ല, കഴിക്കില്ല. പിന്നെ ഞാനൊരു ദിവസം ഇങ്ങനെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ അവസാന ഘട്ടങ്ങളിൽ യോഗ പ്രാക്ടീഷണർ ഞാനായിരുന്നു. ഞങ്ങൾക്ക് നിർബന്ധമാണ്, സെൻട്രൽ സർവീസിലായിരുന്നു. ഞങ്ങൾക്ക് വളരെ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു ചെറിയൊരു ലെക്ചർ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു മദ്യം കഴിക്കാൻ പാടില്ല. അപ്പോൾ രണ്ടുപേരെ ഇടയ്ക്ക് പോയി, സാറേ ഞങ്ങൾ കഴിക്കുമെന്ന്, ഞങ്ങൾ കഴിക്കുമ്പോഴെല്ലാം അവരറിയും. പിന്നെ ഞാൻ ബേസിക്കലി മാംസാഹാരിയല്ല,
മത്സ്യം ശുദ്ധ മത്സ്യം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കഴിക്കാറുള്ളതല്ലാതെ ഓൾമോസ്റ്റ് വെജിറ്റേറിയനാണ്. അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ യോഗ ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഏതാണ്ട് 99% ഞാൻ വെജിറ്റേറിയനാണ്. ഇത്രയൊക്കെയാണ് എനിക്കിതിനകത്ത് പറയാനുള്ളൂ. ഇതിനകത്തൊരു ഇത് ചെയ്യാൻ സീരിയസ് ആയിട്ട് നിങ്ങളെ കരുതുന്നവരുണ്ടെങ്കിൽ യോഗ പ്രോഗ്രാം രാവിലെ ചെയ്യണം, അല്ലെങ്കിൽ വൈകിട്ട് ചെയ്യണം. സ്ഥിരമായിട്ട് ചെയ്യണം. സ്ഥിരമായിട്ട് ചെയ്താൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റും.